അപ്പൊ പറഞ്ഞിട്ടില്ല. ഇപ്പൊ നമ്മൾ എങ്ങോട്ടാ പോകുന്നത്? ചിടിയ ടാപ്പു. ഇപ്പൊ നമ്മൾ പോണ് ചിടിയ ടാപ്പ്. ചിടിയ ടാപ്പു അല്ലേ? ഓക്കെ. സമയം കുറച്ച് കൂടിയിരിക്കണേ, അത് എങ്കിലും പെട്ടെന്ന് എത്തണം നമുക്ക്. പെട്ടെന്ന് എത്തണം അല്ലേ? ഓരോ റോഡ് അരികിലും കാണുമ്പോഴേ വളരെ മനോഹരമായ കാഴ്ചകളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. സൺസെറ്റ് പോയിന്റ് ടൈം. നമ്മളെ ഫാമിലിന്റെ കൂടെ പോകുന്ന എല്ലാവരും ബാക്കിലുണ്ട്. ആരും ബാക്കിൽ ഇനി ഒരു വണ്ടി ഉണ്ട്. ബാക്കിൽ ഒരു വണ്ടി കൂടി ഉണ്ട്. ഒക്കെ ഫാമിലി ട്രിപ്പാണ്. ഫാമിലിക്ക് കൂടുതൽ ഇമ്പോർട്ടന്റ് ആണ് ഇവിടെ ഓരോരുത്തരും കൊടുക്കുന്നത്. ആഴ്ചയിലൊക്കെ അടുക്കടുക്ക് അവര് ഹോട്ടലിലേക്കും ബീച്ചിലേക്കും കൊണ്ടുപോയിട്ട് കുട്ടികളെ മനോഹരമായി ഫാമിലിയെ സ്നേഹിക്കുന്ന ഒരു കുഞ്ഞാണിക്കാണ് ഇത് കാണുന്നത്. ആഴ്ചയില് തൊടുക്കൊണ്ട് കൊണ്ടുപോകല്, ബീച്ചിൽ കൊണ്ടുപോകല്ല. തൊടുക്ക് കൊണ്ടുപോകല്ലേ? തൊടുക്ക് കൊണ്ടുപോകും, കുറച്ച് പണിയെടുക്കാൻ അവിടെ. ഇതാ പിന്നെ ഇറങ്ങിയ ബീച്ചല്ലേ ഫുള്ള് അല്ലേ? ഇവിടെ എങ്ങോട്ട് പോയാലും ബീച്ചാ. തൊടുക്ക് കൊണ്ടുപോയാലും ബീച്ചല്ലേ? തൊടു ബീച്ചാണ്. കടൽ കാഴ്ച നോക്കാം അല്ലെ? ഒരു ഭാഗത്ത് ബീച്ച്, കടലുകള്, മറ്റൊരു ഭാഗത്ത് ആണെങ്കില് കാട് അല്ലെ? കുട്ടികൾ എന്തെങ്കിലും പറയണ്ടോ? ഇത് അന്ന് രാത്രി നമ്മൾ വന്നിരുന്നില്ലേ ഒരു പാർക്ക്, ഇപ്പോ തുടങ്ങിയത് ഓപ്പണിങ് ചെയ്തത് നമ്മളെ വീർ സവർക്കർ. ഇത് ജസ്റ്റ് ഒരു 2 ആഴ്ച ആയിട്ടുണ്ടോ? 2 ആഴ്ചയായി. അതിപ്പോ ഇവിടെ ഇപ്പൊ BJP ആണ് ഭരിക്കണില്ലേ? വീർ സവർക്കറിന്റെ ഒരു എന്താണ് കാണുന്നത് അല്ലെ? പ്രതിമയും അതുപോലത്തെ എല്ലാം കാണുന്നുണ്ട്. ഇതൊരു കമ്മ്യൂണിറ്റി ഹാളാണ്. കമ്മ്യൂണിറ്റി ഹാള്. ഇവിടെ നമുക്ക് കമ്മ്യൂണിറ്റി ഹാളുകൾ കല്യാണം അല്ലെ കഴിക്കാന്, പരിപാടിക്ക് വെക്കാനല്ലേ ചെറിയ വിലക്ക് കിട്ടും. പഞ്ചായത്ത് വക. പഞ്ചായത്ത് വക. അത് നമ്മുടെ നാട്ടിലില്ലാത്തൊരു കാര്യം കേട്ടോ. പഞ്ചായത്ത് ഇല്ല, അവിടെ പ്രൈവറ്റ് ഓഡിറ്റോറിയങ്ങളുള്ളത്. ഇവിടെ ഓരോ വാർഡിലും എന്തുണ്ട്? ഇതൊക്കെ ഇവിടെ ഈ കാണുന്ന ഇതെല്ലാം ഞങ്ങളെ കുടുംബക്കാരല്ലേ? ഓക്കെ ഓക്കെ. ഇത് ഇവിടുത്തെ ഒരു ബസ്തി എന്ന് പറയും. ഞങ്ങൾ ബസ്തി. കുറച്ച് അത് ഹോട്ടൽ. ഇത് ഒരു ഹോട്ടലാണ്. ഇതിന്റെ പേരാണ് ബർമാനാല. പ്ലേസ് നെയിം ബർമാനാല. എന്ത് കാരണം കൊണ്ടാണ് അത് അറിയില്ല. ഞങ്ങൾ ബർമ പറഞ്ഞാ നമ്മളെ മ്യാൻമാർ അല്ലേ? ബർമ ആ പേരാണ്. അതായത് ബർമയുടെ അടുത്താണല്ലോ ഈ അല്ലേ? ഇല്ല, ഇവിടെ അന്തമാനില് ബർമ ഉണ്ടായിരുന്നു പണ്ട്. ഉണ്ടായിരുന്നില്ലേ? അതല്ല, ഈ ആൻഡമാൻ നിക്കോബാർ എന്ന് പറയുന്നത് യഥാർത്ഥത്തില് ഇതിന്റെ അടുത്ത് വരുന്ന ഒരു രാജ്യം എന്നുള്ളത് ബർമ അല്ലേ? യൂണിയൻ ടെറിട്ടറി. അതെ അതെ. ഇനി എത്ര കിലോമീറ്റർ ഉണ്ട് അങ്ങോട്ട്? 30 കിലോമീറ്റർ ആണ് ഏകദേശം. ഇവിടുത്തെ ഒരു എക്സാക്ട് ഞാൻ പറയാൻ പറ്റില്ല. ഏകദേശം 10 കിലോമീറ്റർ ഉണ്ടോ? 10 കിലോമീറ്ററോളം കാണണല്ലേ? ഇതെന്താണ് സംഭവം? ഇവിടെ ബീച്ച്, പ്രൈവറ്റ് ബീച്ച് അല്ലേ? ഇവിടെ കുറെ പ്രൈവറ്റ് ബീച്ചുകളും അല്ലെ കുറെ ഉണ്ട് അല്ലെ? ബീച്ചിന്റെ പേര് പ്രധാൻ ബീച്ച്. ഇത് അണ്ണാനഗറോ? അണ്ണാനഗർ. ഇത് ഈ ഏരിയന്റെ പേരാണ്. ഓക്കെ ഓക്കെ ഓക്കെ. നമ്മളെ വീട്ടില് 2 വണ്ടി ഇപ്പൊ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ബാക്കിലുണ്ട്. ഈ വണ്ടിയിൽ ഒരുപാട് ഫാമിലീസ് ഉണ്ട്. അപ്പൊ കുറെ കുട്ടികൾ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് അവിടെ നമ്മൾ പോന്നപ്പോ. കാരണം 2 വണ്ടിയിൽ ഫുള്ളാണ്. പിന്നെന്ത് ചെയ്യാനാ? പിന്നെ ബസ് ബുക്ക് ചെയ്താലേ ഉള്ളൂ ശരിയാക്കാം. അതെ അതെ. ഇതൊരു ഗവൺമെന്റ് ബസ്. ഗവൺമെന്റ് ബസ് അല്ലേ? ഇത് നമ്മൾ കുറച്ച് സ്പീഡ് കൂട്ടുകയാണ്. കാരണം സൺസെറ്റിന്റെ ടൈം കഴിയാറായി. ഇത് ഞങ്ങളൊരു ഇവിടുത്തെ പ്രത്യേകത ഇലക്ട്രിക് ബസ്സുകൾ ഫുൾ ഉള്ളത്. ഡൽഹിയിലൊക്കെ പോലെ തന്നെ അല്ലേ? ഗവൺമെന്റ് ഇപ്പോ ഇലക്ട്രിക് ബസ്സുകൾക്ക്, വാഹനങ്ങൾക്ക് ഒന്നും കൂടി പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. സബ്സിഡി ഉണ്ടോ ഇലക്ട്രിക്കിന്? ഇതിന് സബ്സിഡി പറഞ്ഞ അങ്ങനല്ല. ഇതിന് ഒരു ബസ് പാസ് ആണ്. മാസക്കണക്കിന് 900 രൂപയാണ് ഒരു മാസത്തിന്. അതിൽ എത്ര ട്രിപ്പ് കാണിക്കാം? ഒരു ദിവസത്തിൽ ഒരു കണക്കില്ല. അല്ല പ്രൈവറ്റ് ആയിട്ട് വാങ്ങാനേ
വാഹന കാറ് ഇതൊക്കെ വാങ്ങാന് പ്രത്യേക സഹായം എന്തെങ്കിലും ഉണ്ടോന്ന് ഗവൺമെന്റ് അങ്ങനെ ഒന്നുമില്ലല്ലേ? അതായത് ബീച്ച് എന്ന് പറയുമ്പോ അല്ലേ കടലും കാടും ആണല്ലേ, ഓരോ കാടുകളാണ്. പിന്നെ തെങ്ങ് അടക്ക എല്ലാം ഉണ്ട്, എല്ലായിടത്തും കാണാം. പക്ഷെ ഇവിടുത്തെ കാണുന്ന സ്ഥലല്ല ഇതില്ലേ, ആ അപ്പൊ അടക്കയും തെങ്ങും ഈ ഏരിയ. ഇവിടെ ഞങ്ങളെ വാപ്പ കേരളത്തിൽ നിന്ന് വന്ന കാലത്ത് ചുരുങ്ങിയത് ഒരു 60 കൊല്ലം മുന്നേ ഇവിടെ ജോലിക്ക് ഇവിടെ ഇവിടെ തെങ്ങിൻ തോപ്പല്ലേ ഫുള്ള്. ഈ കടലിന്റെ സൈഡിൽ തെങ്ങിൻ തോപ്പുണ്ട്. ശരിക്കും പറഞ്ഞ ഒരു മിനി കേരളം. ഇത് പണ്ട് ഗവൺമെന്റ് പല കാര്യം കൊണ്ടേ കേരളത്തെക്കാൾ മികച്ചതാണോ എന്ന് തോന്നലുണ്ട്, ഇങ്ങനെ തോന്നുക. സാധനങ്ങളെ കാര്യം വില കുറച്ച് അധികം ഉണ്ടല്ലേ, വില ഡബിൾ ട്രിബിളും പറയും. ഇതെല്ലാം കാക്കമാരുടെ ഇത് അല്ലേ. ഇപ്പൊ നമ്മൾ സൺസെറ്റ് കാണാനല്ലേ പോകുന്നത്. സൺസെറ്റ് കാണുവോ? അതിന് സമയമായി, അതാ ഞാൻ പറഞ്ഞത്. നമ്മൾ കുറച്ച് വൈകി പോയില്ല. എങ്കിലും സൂര്യത്തിനെ നിർത്തി കുറച്ചു നേരം നമുക്ക് പിടിച്ചു നോക്കാം, പിടിക്കാൻ നോക്കാം അല്ലേ, കുറച്ചു നേരത്തേക്ക്. പക്ഷെ ഒരു കാര്യണ്ട്, നമ്മുടെ നാട്ടില് 6 മണിക്കാണ് ഇപ്പോ വൈകുന്നേരം ആവുന്നത്. പക്ഷെ ഇവിടെ 5 മണിക്ക് 1 അവർ ബാക്കിലാണല്ലേ. ഒരു കാര്യം, നമ്മുടെ നാട്ടിൽ 5 മണിക്ക് സുബൈ വാങ്ങി കൊടുക്കുമ്പോ ഇവിടെ 4 മണിക്കാണ് കൊടുക്കുന്നത്. ഇവിടെ 3 മണിക്ക് കൊടുക്കുന്ന സമയം ഉണ്ടോ? നമ്മുടെ നാട്ടിലേക്ക് 4 മണിക്കാവുമ്പോ 4:15 അങ്ങനെയൊക്കെ ആവുമ്പോ 3:30. ഇല്ലല്ല, സമയം സമയല്ല, ബാങ്ക് കൊടുക്കുന്നത് വളരെ നേരത്തെ കൊടുക്കാറുണ്ടല്ലേ ഇവിടെ. അതായത് നാട്ടില് 5 മണിക്ക് കൊടുക്കും. 1 മണിക്കൂറിന്റെ ഡിഫറൻസ് ആ കണക്കിലാണ് ഇവിടെ. അതെ ഞാൻ പറയും, നാട്ടില് ഇവിടെ 5 അല്ല, നാട്ടില് 4:30 ബാങ്ക് കൊടുക്കുമ്പോഴോ ഇവിടെ ഒരു 3:30 കൊടുക്കൂലേ. 1 മണിക്കൂർ അവിടെ 5:30 ഇവിടെ 1 മണിക്കൂർ മുന്നേ. ഇഷാക്കെ വളരെ നേരത്തെ അല്ലേ. 11 മണിയാകുമ്പോ ഇപ്പൊ ലുഹർ കൊടുക്കുന്നുണ്ട് ബാങ്ക്. അപ്പൊ അവിടെ എത്ര മണിക്ക് കഴിക്കാരം? ഇപ്പൊ 12:30. അവിടെ ഇപ്പൊ 12:30ക്കാണ് അവിടെ ലുഹർ. ഏകദേശം 1 മണിക്കൂർ 11:30. ഞാൻ അതേ പറഞ്ഞു, ഇവിടെ ഈ സമയത്ത് ഇരുട്ട് ആകാൻ പോവുക. അവിടെ ആയിട്ടുണ്ടാവും. ഇപ്പൊ അവിടെ വെളിച്ചായിരിക്കും. ഫോറസ്റ്റ് ആണ്, വീട് ഉണ്ടാവില്ല. വീടില്ല. ഇവിടെ ജെർബകൾ ഇറങ്ങിയിട്ടുണ്ടോ? ജെർബ ഇവിടെ ഈ ഭാഗത്ത് കാണൂല. ഇവിടെ ഇല്ലല്ലേ. ഇവിടെ അങ്ങനെ കാട്ടുജീവി ഒന്നും ഇല്ല, മൃഗങ്ങളെ ഇല്ല. കാട് നല്ല മനോഹരമായ കാഴ്ചകളല്ലേ, 2 ഭാഗത്തേക്കും കാട്. ഈ കാട് കാണുന്ന കാടില്ലേ, ഇതിന്റെ അകത്തൊക്കെ ഞങ്ങൾ വന്ന് മരം വെട്ടിയെല്ലാം പോയി. അങ്ങനെ വലിയ മരമല്ല, ആവശ്യത്തിന്റെ എന്തൊക്കെ ഉള്ളതെല്ലാം വെട്ടിക്കണേ. ഇപ്പൊ ഫോറസ്റ്റ് ഭയങ്കര സ്ട്രിക്റ്റ് ആണ്. അപ്പൊ ഇതിന്റെ അകത്ത് കിടക്കാൻ പറ്റില്ല. അപ്പൊ ഈ ചെടിയാട്ടാപ്പൂ ഒരു ഫേമസ് സ്ഥലമാണല്ലേ. അല്ലേ, നമ്മൾ പൗസാക്കിട്ട് കൊണ്ടുവരുന്നത് ഒരുപാട് കാടുകള് അല്ലേ. കൊറേ സമയം ഇപ്പൊ നമ്മള് വീഡിയോ എടുക്കാതിരുന്നു, കാരണം അത്രമാത്രം എന്തുണ്ട്, വലിയ കാടുകളും. അപ്പൊ ചുരുക്കി പറഞ്ഞ ഒരു 300 കിലോമീറ്റർ അല്ലെ, ഒരു ദിവസം സഞ്ചരിക്കാനാവാത്തത്ര സ്ഥലം ഇവിടെ ഉണ്ട്. ഒരു ദ്വീപ് എന്നൊക്കെ പറയുമ്പോ നമ്മൾ വിചാരിച്ചത് എന്താ, അത് ചെറിയ ദ്വീപ്. അതാണ് കേരളം. എവിടെയും നാട്ടില് എവിടെയും പോയി പറഞ്ഞ ഒരു ചെറിയ ദ്വീപാണ്. ഇത്ര എയർപോർട്ടുകളും വലിയ വലിയ സ്കൂളുകളും അല്ലെ. നാട്ടിലെ ഇപ്പൊ മാഹി എന്ന് പറയുന്ന സ്ഥലം കേന്ദ്രഭരണ പ്രദേശം, ചെറിയൊരു സ്ഥലമാണ്. അപ്പൊ അത് കേന്ദ്രഭരണ പ്രദേശം എന്ന് പറയുമ്പോ അതേപോലെ ഒന്ന് കണ്ടാവും ചെറുത് എന്ന്.
ചെടിയാട്ടാപ്പ്. ആ നമ്മളിപ്പോ ചെടിയാട്ടാപ്പൂ എത്തിക്കൊണ്ടിരിക്കുകയാണ്. അതെ, നമ്മള് സൺസെറ്റ് ഇങ്ങനെ അവസാന സമയമാണ് ഇപ്പൊ. ഏകദേശം ഇപ്പൊ സമയം എത്രയായി? ടൈം 5 മണി അല്ലേ? 5 മണിക്ക് ഇവിടെ സൺസെറ്റ് കഴിയും. അതിപ്പോ സൂര്യൻ പെട്ടെന്ന് ഓടുക. അതെ പെട്ടെന്ന്. അവിടെ എന്ത് എഴുതിയിട്ടുണ്ടല്ലേ? താങ്ക് യു വിസിറ്റിംഗ് ആൻഡമാൻ ആൻഡ് നിക്കോബാർ ഐലൻഡ്സ്. വിസിറ്റ് അസ് അഗൈൻ. ഇവിടുത്തെ ആ മലന്റെ അപ്പുറത്താ, വെള്ളത്തിൽ പോണ ശരിക്ക് കാണൂല. അത് ഒരു പോയിന്റ് ആക്കി വെച്ചിക്കാന്നുള്ളൂ. സാരില്ല. നമ്മൾ ഒരു 10 മിനിറ്റ് മുമ്പ് നേരത്തെ സൺസെറ്റ് പോയിന്റ് ഇവിടെ ആ മലന്റെ അപ്പുറത്താ പോവുക. മലക്ക് താഴെയുള്ള ഇറങ്ങുക. ഇനി പോവാൻ അയക്കും അറിയില്ല. അതിന്റെ അകത്തേക്ക് അയക്കുവോ? വന്താക്കും. ഒരുപാട് തിരക്കുണ്ടല്ലേ? ആ, ഒരുപാട് വാഹനങ്ങൾ ഭയങ്കര കൂട്ടാണ്. നല്ല ബ്ലോക്ക് ഉണ്ട്. ഇവരൊക്കെ ഇതിന് വന്നല്ലേ? ചെടിയാട്ടാപ്പ് കാണാൻ വേണ്ടി മാത്രം വന്നതായിരിക്കും. ഇവരൊക്കെ സൂര്യാസ്തമയം കണ്ടു മടങ്ങുകയാണോ? നമ്മളേതായാലും കണ്ടു മടങ്ങും പറ്റില്ലേ? നമ്മള് കാണുന്നു. പണ്ടേ മുത്തിയവരെ മുത്തറക്ക് കണ്ടു മടങ്ങുന്നവരെ കാണാം നമുക്ക്. അത് കാണാം. ഓ, ഇത് വണ്ടി ട്രെയിന് മാതിരിയായി പോയി. ഇത് നിൽക്കാത്ത പ്രവാഹമാണല്ലോ. കൊറേ സമയല്ലേ? ഇപ്പൊ അവിടൊക്കെ അസ്തമിച്ചു കഴിഞ്ഞുല്ലേ? വണ്ടിയെ നോക്കാം. അതെ, അന്ന് നമ്മൾ ഹെവ്ലോക്ക് പോയില്ലേ? അതെ, ഹെവ്ലോക്ക് പോയ അവസ്ഥ, ജയിലിൽ പോയ അവസ്ഥ. അതെ, ഇതന്നെയാണ് ഇവിടൊന്നും. ഇത് അല്ല, ഇതിപ്പോ ഇന്ന് നമുക്ക് പോകാൻ പറ്റും തോന്നുന്നില്ലട്ടോ. നോക്കാം. ഇതാണ് ഇവിടുത്തെ കാര്യം. ഇതൊക്കെ കണ്ടുവരുന്ന കാഴ്ചയാണ്. സംഭവം എന്തേലും പറയണോ കേക്കണോ? അതല്ല, നമുക്ക് ഇവിടെ വണ്ടി സൈഡാക്കിട്ടേ നടന്നാ പറ്റുമോ? നടക്കാനും പറ്റൂലേ? ഇത് നിൽക്കാത്ത പ്രവാഹട്ടോ. നിൽക്കാത്ത പ്രവാഹം തന്നെയാണ്. ഇത്തിരി തിരക്കുണ്ടാകുമ്പോ റോഡൊക്കെ ഒന്ന് വീതി കൊടുക്കണം ഗവൺമെന്റ് അല്ലേ? അത് കേരളക്കാരനായ വക്കം. പണ്ടേ ഈ ജംഗ്ഷനിൽ നടന്നു പോണം അവിടേക്ക് 3 കിലോമീറ്റർ. 3 കിലോമീറ്റർ അകത്തേക്ക് നടന്നു പോണം. തൽക്കാലം നമ്മളെ ഇവിടെ വണ്ടി നിർത്തുക. ആ ഗേറ്റ് കൂടെ നടക്കാൻ കഴിയോ? സാമാന്യവാല എത്ര മണിക്കൂറായി നമ്മൾ കാത്തിരിക്കണല്ലേ? മണിക്കൂറുകളാണ് ഈ വണ്ടികള് വന്നുകൊണ്ടിരിക്കുന്നത്. ഇത്രയും വണ്ടികള് ചെടിയാട്ടാപ്പ് കാണാൻ വന്നാണ്. കിतना घंटा हो गया इधर? എത്ര മണിക്കൂറായി? बायोलॉजिकल पार्क കാണാൻ വന്നു. बस का पीछे और एक गाड़ी है. होगा ही कुल है बड़ा. आता है पीछे मैरू. मैरू ट्रेन अभी पास जाएगा रे. आगे तो पास जाएगा लगता. നമ്മള് ചെടിയാട്ടാപ്പിൽ എത്താൻ അല്പം വൈകില്ലേ?